Hi Maklai, welcome to Aegon Learning. Plus 2 Mathematics 3D എന്ന് പറയുന്ന ചാപ്റ്ററിൽ മിക്കവാറും ഇയർലി എല്ലാ ക്വസ്റ്റ്യൻസിലും എല്ലാ എക്സാമിലും ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അതല്ലെങ്കിൽ ചിലപ്പോൾ ബാക്കിയുള്ള വലിയ ക്വസ്റ്റ്യൻസ് ഇടയിൽ ആവശ്യം വരുന്ന ഒരു ടോപ്പിക് അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇക്വേഷൻ ഓഫ് ലൈൻ ഉണ്ടല്ലോ, ഇക്വേഷൻ ഓഫ് ലൈനിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് കാർട്ടീഷ്യൻ ഫോമിൽ തരും, എന്നിട്ട് നമ്മൾ അതിനെ വെക്റ്റർ ഫോമിലേക്ക് മാറ്റണം. എങ്ങനെ ചെയ്യും? അതാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നാൽ ശ്രദ്ധിച്ചോ, ഇതിനകത്ത് നമുക്ക് തരുന്ന ഇക്വേഷൻ കാർട്ടീഷ്യനിലാണെങ്കിൽ ഇതുപോലെയാണല്ലോ വരിക. ഇതിനകത്ത് എക്സ് മൈനസ് എക്സ് വൺ വൈ മൈനസ് വൈ വൺ സെഡ് മൈനസ് സെഡ് വൺ, ഇതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എക്സ് വൺ വൈ വൺ സെഡ് വൺ ഈ ഒരു പോയിന്റ് നിങ്ങൾ എടുക്കണം. ഇത് ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കും. അതുപോലെ താഴെ നിൽക്കുന്ന എ ബി സിയിലെ ഈ എ ബി സി ആണ് ഈ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ്. ഇപ്പൊ പോയിന്റ് കിട്ടി, ഡയറക്ഷൻ റേഷ്യോ കിട്ടി. നിങ്ങൾ നേരെ എന്ത് ചെയ്യുക? വെക്റ്റർ ഫോമിലുള്ളത് എന്താ? ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. അതിലുള്ള എയും ബിയും ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എ കിട്ടും. എങ്ങനെ? ഈ ഒരു പോയിന്റിനെ നേരെ അങ്ങോട്ട് വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുക. എക്സും വൈയും സെറ്റും ഐ ജെ ഒക്കെ ഇട്ടങ്ങ് എഴുതുക. എങ്ങനെ ഉണ്ടാവും? എക്സ് വൺ ഐ ക്യാപ്പ് പ്ലസ് വൈ വൺ ജെ ക്യാപ്പ് പ്ലസ് സെഡ് വൺ കെ ക്യാപ്പ്, ഇങ്ങനെ വരും. അതുപോലെ ഈ ഡയറക്ഷൻ റേഷ്യോനെ നേരെ വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് വെക്ടർ ബിയും കിട്ടും. വെക്ടർ ബി എങ്ങനെ കിട്ടും? എ ഐ ക്യാപ്പ് പ്ലസ് ബി ജെ ക്യാപ്പ് പ്ലസ് സി കെ ക്യാപ്പ്, ഇതാണ് വരിക. ഇത് രണ്ടും വെച്ചിട്ട് ഈ എ പ്ലസ് ലാംഡ ബിയിൽ അങ്ങ് എഴുതി കൊടുത്താൽ ആൻസർ ആയി. അപ്പൊ കാർട്ടീഷ്യനിൽ നിന്ന് വെക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വന്നാൽ ചില ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനിടക്കും നമുക്ക് കാർട്ടീഷ്യനിലുള്ള ഇക്വേഷനിൽ നിന്നും വെക്ടർ ഫോം കിട്ടേണ്ടി വരും. അപ്പോഴും ഈ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചോ, ഇതാ റൈറ്റ് ദി വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഇത് എക്സാമിന് ചോദിച്ചതാണ് മുമ്പ്. ഈ ഒരു ലൈനിന്റെ വെക്റ്റർ ഇക്വേഷൻ കിട്ടണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ശ്രദ്ധിച്ചോ, ഇതിനകത്ത് ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ നോക്കുക. എക്സ് മൈനസ് വൺ എന്നല്ലേ ഉള്ളത്? എക്സ് മൈനസ് വൺ ഉള്ളത് കൊണ്ട് പോയിന്റ് എങ്ങനെയാ വരിക? 1 2 7. റെഡി അല്ലേ? എക്സ് മൈനസ് എക്സ് വൺ വൈ മൈനസ് വൈ വൺ സെഡ് മൈനസ് സെഡ് വൺ. ഇനി താഴെയുള്ള ഡയറക്ഷൻ റേഷ്യോസ് നോക്കിക്കോ. എ ബി സി എന്താ വരുന്നത്? 7 6 1. ഇതിൽ നിന്ന് നമുക്ക് വെക്ടർ എഴുതാം. പോയിന്റിൽ നിന്നാണ് വെക്ടർ എഴുതേണ്ടത്. 1 ഐ ക്യാപ്പ്, അപ്പൊ ഐ ക്യാപ്പ് മതി, പ്ലസ് 2 ജെ ക്യാപ്പ് പ്ലസ് 7 കെ ക്യാപ്പ്. റെഡി അല്ലേ? ഇനി ഡയറക്ഷൻ റേഷ്യോസിൽ നിന്ന് നമുക്ക് വെക്ടർ ബി എഴുതാം. വെക്ടർ ബി is equal to 7 ഐ ക്യാപ്പ് പ്ലസ് 6 ജെ ക്യാപ്പ് പ്ലസ് 1 കെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഇനി നമുക്ക് വെക്ടർ ഇക്വേഷൻ എഴുതാലോ. വെക്ടർ ഇക്വേഷൻ ഈസ് എന്താ വരിക? ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. എയും ബിയും കിട്ടിയല്ലോ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ആർ ഈക്വൽ ടു എ എന്താ കിട്ടിയ ചെക്ക്? എ is equal to 1 2 7 അല്ലേ? 1 2 7 പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി നോക്കാം. വെക്ടർ ബിയിൽ എന്താ ഉള്ളത്? വെക്ടർ ബിയിൽ 7 6 1 7 6 1. ഇതായിരിക്കും വെക്ടർ ഇക്വേഷൻ. സിമ്പിൾ അല്ലേ പരിപാടി? എന്ത് ചെയ്യുക? എക്സാമിന് ഈ ടൈപ്പ് കണ്ടാൽ ഒരിക്കലും ഒഴിവാക്കരുത്. റെഡി?